ഇന്ന് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ട്രൈപ്പോഡിൻ്റെ ഈ ഒരു അറ്റം കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ കാണുന്ന ക്യാമറ വെക്കുമ്പം തന്നെ അതൊന്ന് ശരിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ വീഡിയോസിലും അതിങ്ങനെ എടുത്ത് കാണിക്കും, എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് ഞാനതൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് ഭാഗങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ട്രൈപ്പോഡൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 1/2 കിലോ ബീഫും ഉണ്ട്. ഒരു 4 പേർക്കുള്ള ഒരു ഇറച്ചി ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. 4 5 പേർക്ക് കഴിക്കാം. നല്ല ഹെവി ആയിട്ട് കഴിക്കുന്നതാണെങ്കിൽ 5 പേർക്ക് കഴിക്കാനുള്ളത്, പിന്നെ ഒരു മാക്സിമം 5 ആൾക്ക് തന്നെ കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും. ഒരു 2 സവാള, 2 തക്കാളി, 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി നൈസായിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യില്ലേ, അതുപോലെ തന്നെ കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്കിതൊരു മന്തിൻ്റെ കപ്സിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് മിക്സിയിലൊന്ന് അരച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് വഴറ്റിയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. വഴറ്റിയിട്ടല്ല, ബീഫിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫും പിന്നെ ഇതൊക്കെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടിതാ ഇത് ഈ ഒരു മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം തന്നെ ഒഴിച്ച് ആവശ്യത്തിനുള്ള കല്ലുപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ നിരടി എടുത്തതിന് ശേഷം കുക്കർ അടുപ്പത്ത് വെക്കുക. അപ്പോൾ അപ്പോഴത്തേക്കും നമ്മളിതാ നമ്മുടെ നേരിയരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു റൈസ് ഇപ്പോൾ നിങ്ങൾക്കറിയാലോ കണക്ക്, 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാനിത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയം തന്നെ മല്ലിയില കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫൊക്കെ ഇത് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി. പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് വെന്തുവരുന്ന സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്ത് നെയ്ച്ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നെയ്ച്ചോറ് നമ്മൾ ഹാഫ് കുക്കാവുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ബീഫൊക്കെ ഇതിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ചെറിയൊരു ഇറച്ചിച്ചോറിൻ്റെ ഒരു വേർഷനാണ്. അപ്പോൾ ഞാനിതാ ഈ ഗ്രാമ്പൂ, പട്ട ഇതൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ ഇതിലിട്ട് കൊടുക്കുന്നത്. ഇതിൽ ഞാൻ ഉള്ളി ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇതാ 1 കപ്പ് അരി എടുത്തിട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 1/2 കപ്പ് നമ്മുടെ ബീഫ് വെന്ത വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് ഇതിൻ്റെ ഒരു 1/4 വേവായി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കൂടെ തന്നെ ബീഫും ഇട്ടിട്ട് ഒരു ദം ചെയ്യുന്ന പരുവത്തിലിട്ട് വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്ന ബാക്കി പോർഷൻ. കണ്ടില്ലേ, ഒരു 1/4 വേവായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ബീഫ് വെന്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നല്ല ടേസ്റ്റാണ്. ബീഫിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നമ്മൾ പെട്ടെന്നൊരു റൈസ് ഇപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും ക്ഷീണമോ കാര്യങ്ങളോ മടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.